കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഗവേഷണ സ്ഥാപനമായ IRTC രൂപകൽപ്പന ചെയ്തിട്ടുള്ള നമ്മുടെ പുരവെള്ളത്തെ നമ്മുടെ കിണർവെള്ളമാക്കുന്ന സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ മുളന്തുരുത്തി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ജനുവരി മാസത്തോടെ വറ്റിപ്പോയ ഒരു കിണറിൻ്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ കിണറിൽ ജനുവരി ആയപ്പോൾ ഈ വീട്ടുകാർ ടാങ്കർ ലോറിയിൽ വെള്ളം വാങ്ങി ഈ കിണറിൽ പമ്പ് ചെയ്തതാണ്. പക്ഷേ ഈ കഴിഞ്ഞ വേനൽക്ക് ഈ കിണറിൽ സമൃദ്ധമായ വെള്ളമുണ്ടാകുന്ന ഒരു നിലയുണ്ടായിരിക്കുന്നു. അതിന് കാരണം ഈ വീടിൻ്റെ ടെറസിൽ പെയ്ത മഴവെള്ളത്തെ ശേഖരിച്ച് ഫിൽട്ടർ ചെയ്ത് ഈ കിണറിലേക്ക് വിട്ടു എന്നുള്ളതാണ് ഇവിടെ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. 1000 സ്ക്വയർ ഫീറ്റ് ടെറസിൽ പെയ്യുന്ന മുഴുവൻ മഴവെള്ളത്തെയും അരിച്ച് നമ്മുടെ കിണർവെള്ളമാക്കി മാറ്റാൻ ഇത്തരത്തിലുള്ള 4 പൈപ്പ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ മതി. അതിനകത്ത് ഉപയോഗിക്കുന്നത് ബേബി മെറ്റൽ, പുഴമണൽ, ചിരട്ടക്കരി അഥവാ ആക്ടിവേറ്റഡ് കാർബൺ, ഫൈബർ നെറ്റുകൾ, സ്റ്റീൽ നെറ്റ് തുടങ്ങിയവയാണ്. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടിൻ്റെ ടെറസിൽ പെയ്യുന്ന മഴവെള്ളത്തെ നമുക്ക് ഇതുപോലെ 45 സെൻറ്റിമീറ്റർ നീളവും 4 ഇഞ്ച് ഡയമീറ്ററുമുള്ള 4 PVC പൈപ്പുകളിലൂടെ നമുക്ക് ഫിൽട്ടർ യൂണിറ്റായിട്ട് ആ കിണറിൽ ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കാം. വളരെ ചിലവ് കുറഞ്ഞ ഈ ഒരു പദ്ധതി നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കണമെങ്കിൽ, വീടിനടുത്താണ് കിണറെങ്കിൽ, ഒരു 4000 ഉറുപ്പികയിൽ താഴെ മാത്രം ചിലവ് വന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സംവിധാനം നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കാം. ഈ വീടിൻ്റെ കിണർ വീട്ടിൽ നിന്ന് അല്പം ദൂരെയാണ്. എന്നിട്ട് പോലും ഈ വീട്ടുകാർക്ക് 6000 രൂപയിൽ താഴെയാണ് ഈ സംവിധാനം ഉണ്ടാക്കാനായി ചിലവ് വന്നത്. ഒരു വർഷം ഈ വീട്ടിലേക്ക് ടാങ്കർ ലോറിയിലും ഓട്ടോറിക്ഷയിലുമായും വെള്ളം അടിച്ചിരുന്നത് ഒരു വർഷം തന്നെ 6000-ലധികം ഉറുപ്പികയാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ കിണറിൽ 10,000 കണക്കിന് ലിറ്റർ വെള്ളമാണ് വേനൽക്കാലത്ത് പോലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് തുരുത്തിക്കരയിലെ ഈ ഹരിത ഗ്രാമത്തിൽ കിണർ റീചാർജിങ് ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായി നാട്ടുകാർ ഏറ്റെടുത്തിട്ടുള്ളത്. 300 സെൻറ്റിമീറ്റർ മഴ ഒരു വർഷം കിട്ടുന്ന ഒരു പ്രദേശത്ത് കിണറുകൾ വേനലാകുമ്പോഴേക്കും വറ്റിപ്പോകുന്നു എന്ന ഒരവസ്ഥ ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യക്കാർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇത്ര സമൃദ്ധമായ കാലവർഷവും തുലാവർഷവും പെയ്തൊഴിഞ്ഞ് ജനുവരി ആകുമ്പോഴേക്കും നമ്മുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കിണർ വെള്ളം വറ്റിപ്പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ തൊടിയിൽ പെയ്യുന്ന വെള്ളം മറ്റൊരുത്തിൻ്റെ തൊടിയിലേക്കോ വഴിയിലേക്കോ ഒഴുക്കി കളയുന്ന ഒരു സംസ്കാരമാണ് കേരളീയൻ സ്വീകരിച്ചിട്ടുള്ളത്. ഈ സംസ്കാരം എന്നേ മാറ്റേണ്ടിയിരിക്കുന്നു. എൻ്റെ തൊടിയിൽ പെയ്യുന്ന മഴവെള്ളം എൻ്റെ കുടിവെള്ളമാക്കണമെന്ന ബോധത്തിലേക്ക് മലയാളി മാറുന്ന ഒരു കാലത്തെ മലയാളിയുടെ ജലസുരക്ഷ സാധ്യമാകൂ. നമ്മുടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു വീടിൻ്റെ ടെറസിൽ ഒരു വർഷം എത്ര മഴ കുറഞ്ഞാലും ലഭിക്കുന്ന മഴവെള്ളത്തിൻ്റെ അളവ് 3 ലക്ഷം ലിറ്റർ വെള്ളമാണ്. നോക്കൂ, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ 5 പേരാണെന്നിരിക്കട്ടെ. ഒരു വർഷം അവർക്ക് വേണ്ട പരമാവധി വെള്ളത്തിൻ്റെ അളവ്, അത് അവരുടെ കുളിയും അലക്കും മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ 1,82,500 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അവർക്ക് ആകെ വേണ്ടത് പരമാവധി 2 ലക്ഷം ലിറ്റർ വെള്ളം. പക്ഷേ ആ വീടിൻ്റെ ടെറസിൽ ഒരു വർഷം പെയ്തൊഴുകി പാഴാകുന്നത് 3 ലക്ഷം ലിറ്റർ വെള്ളമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ വെള്ളത്തെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുക. കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, നമ്മുടെ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത, വീട് വെക്കുന്നതിന് മുമ്പ് കിണർ കുത്തുക എന്നുള്ളതാണ്. ഇത്രയും തുറന്ന കിണറുകളുള്ള ഒരു നാട് ലോകത്ത് തന്നെ വേറെ ഉണ്ടാകില്ല. അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ നമ്മുടെ ജലസുരക്ഷയുടെ ഭാഗമാക്കി നമുക്ക് മാറ്റാനാകും. നമ്മുടെ പുരവെള്ളം, നമ്മുടെ കിണർ വെള്ളം എന്ന മുദ്രാവാക്യം മലയാളി നെഞ്ചേൽക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഒരു വർഷം പെയ്യുന്ന ഈ മഴവെള്ളത്തെ നമ്മുടെ കിണർ വെള്ളമാക്കി മാറ്റുമ്പോൾ കിണറിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഗുണത മെച്ചപ്പെടുമെന്ന് മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ ഭൂഗർഭ ജലവിധാനത്തെ ഉയർത്താനും നമുക്കാകും. ഒരു വീട് മാത്രമല്ല, ഒരു പ്രദേശത്തെ മുഴുവൻ വീടുകളും ഇതുപോലെ അവരുടെ പുരവെള്ളത്തെ അവരുടെ കിണർ വെള്ളമാക്കി മാറ്റിയാൽ ആ പ്രദേശത്തിൻ്റെ ഭൂഗർഭ ജലവിധാനം ഉയരുകയും വേനൽക്കാലത്തും വറ്റാത്ത കിണറുകൾ നമുക്ക് സാധ്യമാകുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്ന വളരെ ലളിതമാർന്ന സാമഗ്രികളാണ്. നമ്മുടെ ഏതു പ്രദേശത്തും ലഭ്യമാകുന്ന സാമഗ്രികളാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ കൈകാര്യം ചെയ്യേണ്ട സാമഗ്രികളെന്ന്. ആദ്യം ഈ കാണുന്നത് ബേബി മെറ്റലാണ്. ബേബി മെറ്റൽ നമ്മുടെയൊക്കെ പ്രാദേശികമായി വാങ്ങാൻ കഴിയുന്ന ബേബി മെറ്റൽ. രണ്ടാമത് പുഴമണൽ.
പുഴമണൽ എന്നുള്ളതിന് ഒരു പ്രത്യേകതയുള്ളത് തരി കൂടിയ മണലായിരിക്കണം എന്നേ ഉള്ളൂ. തീർത്ത് പൊടിയായ മണലല്ല, മറിച്ച് തരി കൂടിയ പുഴ മണലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൂന്നാമത് പരിചയപ്പെടുന്നത് ചിരട്ടക്കരിയാണ്. ചിരട്ടക്കരിച്ച് കിട്ടുന്ന ചിരട്ടക്കരി അഥവാ ആക്ടിവേറ്റഡ് കാർബൺ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ചിരട്ടക്കരിയാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ഫിൽട്ടർ യൂണിറ്റ് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ എടുക്കേണ്ടത് 4 ഇഞ്ച് ഡയമീറ്ററുള്ള 45 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പാണ്. ഈ പൈപ്പാണ് ഫിൽട്ടർ യൂണിറ്റിൻ്റെ ബോഡി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഫിൽട്ടർ യൂണിറ്റ് ആക്കുന്നത്? ഇതിൻ്റെ ആദ്യം ഇതിനു വേണ്ടി ഒരു റെഡ്യൂസർ ഉണ്ടാവും. ഇത് 4 ഇഞ്ച് ഡയമീറ്ററുള്ള ഈ പൈപ്പിനെ 2 ഇഞ്ച് ആയിട്ട് കുറയ്ക്കുന്ന 4ക്ക് 2 റെഡ്യൂസറാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ റെഡ്യൂസറിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു സ്റ്റീൽ നെറ്റ്. ഈ സ്റ്റീൽ നെറ്റ് നിങ്ങൾക്ക് ലഭ്യമാക്കാൻ വളരെ എളുപ്പമുള്ളത്, നമ്മൾ ടോയ്ലറ്റിലൊക്കെ വെള്ളം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രേറ്റിങ്സ് ഉണ്ടാവും. ചതുരത്തിലാണ് നമ്മളത് കാണുക. സ്റ്റീലിൻ്റെ ചതുരത്തിലുള്ള ആ ഗ്രേറ്റിങ്സ് തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇത്തരത്തിൽ 4 ഇഞ്ച് ഡയമീറ്ററിനുള്ള ഒരു നെറ്റ് കാണാം, സ്റ്റീൽ നെറ്റ് കാണാം. ഈ സ്റ്റീൽ നെറ്റാണ് നമ്മൾ ഈ റെഡ്യൂസറിനകത്ത് ആദ്യം നിക്ഷേപിക്കുക. അപ്പോൾ ഈ റെഡ്യൂസറിൽ നമ്മൾ ഈ നെറ്റ് ഇടുന്നു. നെറ്റ് ഇട്ടതിന് ശേഷം ഇതിനകത്ത് വെക്കേണ്ടത് ഒരു ഫൈബർ നെറ്റാണ്. ഇത് നമ്മൾ കൊതുക് കയറാതെ നമ്മുടെ ജനലിനൊക്കെ അടിക്കുന്ന നെറ്റാണ്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ എവിടെയും ലഭ്യമാവുന്ന ഒന്നാണ് ഈ ഫൈബർ നെറ്റ്. ഈ ഫൈബർ നെറ്റ് നമ്മൾ ഇങ്ങനെ ഈ PVC പൈപ്പ് ഈ നെറ്റിലേക്ക് വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു സ്കെച്ച് പേനയ്ക്ക് അതൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് നമുക്ക് ഇതിങ്ങനെ ഈ കത്രികയ്ക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത 4 ഇഞ്ച് ഡയമീറ്ററിൻ്റെ ഈ നെറ്റിൻ്റെ പീസാണ്, ഈ ഫൈബർ നെറ്റിൻ്റെ പീസാണിത്. ഇതാണ് നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും നിക്ഷേപിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ നെറ്റിൻ്റെ മുകളിൽ നമ്മൾ ഫൈബർ നെറ്റ് നിക്ഷേപിച്ചു. ഇനി നമുക്ക് ഈ റെഡ്യൂസറിനെ ഇങ്ങനെ അടയ്ക്കാം. ഇപ്പോൾ 45 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ പൈപ്പിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫിൽട്ടർ സാമഗ്രികൾ നിറയ്ക്കലാണ്. അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ പൈപ്പിനെ, ഈ 45 സെൻറ്റിമീറ്റർ നീളമുള്ള ഈ പൈപ്പിനെ നമുക്ക് ആദ്യം 10 സെൻറ്റിമീറ്റർ, പിന്നെ 5 സെൻറ്റിമീറ്റർ, വീണ്ടും 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 45 സെൻറ്റിമീറ്റർ പൂർത്തിയാവും. ഇങ്ങനെ ഭാഗിച്ചതിന് ശേഷം ഈ ഓരോ ഭാഗങ്ങളും നമ്മൾ ഈ ഓരോ തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയാണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നോക്കാം, നമ്മൾ ആദ്യത്തെ 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നമ്മൾ ഇതിനകത്ത് ബേബി മെറ്റൽ നിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 10 സെൻറ്റിമീറ്റർ നമ്മൾ ബേബി മെറ്റൽ നിക്ഷേപിക്കുന്നു. ഇനിയുള്ള 10 സെൻറ്റിമീറ്റർ നമ്മൾ ചെയ്യേണ്ടത് തരി കൂടിയ പുഴമണൽ. മുൻപ് നമ്മൾ കണ്ടതാണ്. തരി കൂടിയ ഈ പുഴമണലാണ് ഇനി നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ തരി കൂടിയ പുഴമണൽ നിക്ഷേപിക്കുന്നതിന് അതിനിടയിൽ നമ്മൾ ഈ ഫൈബർ നെറ്റ് വെക്കണം. ആ ഫൈബർ നെറ്റ് ഇതിനകത്തേക്ക് ഇടുക. കൃത്യമായി അത് അവിടെ ഇട്ടു എന്ന് നമ്മൾ ഉറപ്പാക്കുക. അങ്ങനെ കൃത്യമായി ആ ഫൈബർ നെറ്റ് നിക്ഷേപിച്ചതിന് ശേഷം അതിലേക്ക് പുഴമണൽ ഇടുക. 10 സെൻറ്റിമീറ്റർ കനത്തിലാണ് നമ്മൾ ഈ പുഴമണൽ നിക്ഷേപിക്കേണ്ടത്, തരി കൂടിയ പുഴമണൽ. വീണ്ടും 10 സെൻറ്റിമീറ്റർ കനത്തിൽ പുഴമണൽ ഇട്ടതിന് ശേഷം അതിന് മുകളിൽ ഫൈബർ നെറ്റ് വയ്ക്കുക. ഫൈബർ നെറ്റ് വെച്ചു. ഇനി 5 സെൻറ്റിമീറ്റർ കനം, 5 സെൻറ്റിമീറ്റർ കനത്തിൽ നിക്ഷേപിക്കേണ്ടത് ചിരട്ടക്കരിയാണ്. 5 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ ചിരട്ടക്കരി നിക്ഷേപിക്കുന്നു. അതിന് മുകളിൽ വീണ്ടും ഫൈബർ നെറ്റ്. ഇനി വീണ്ടും നമ്മൾ ചെയ്തത് ആവർത്തിക്കുകയാണ്. ഇനി പുഴമണൽ. അടുത്ത 10 സെൻറ്റിമീറ്റർ ഇടേണ്ടത് വീണ്ടും പുഴമണൽ. പുഴമണൽ നിക്ഷേപിച്ചു. ഫൈബർ നെറ്റ് വയ്ക്കുന്നു. ഇനി വീണ്ടും ബേബി മെറ്റൽ. ഇനി അവശേഷിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ഭാഗമേ ഉള്ളൂ. അവശേഷിച്ച ഭാഗം മുഴുവനായും ബേബി മെറ്റൽ കൊണ്ട് നിറയ്ക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ പൈപ്പ് പൂർണ്ണമായും നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ ഇപ്പോൾ ഈ ഫൈബർ നെറ്റ് വയ്ക്കുന്നു. ഫൈബർ നെറ്റ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ സ്റ്റീൽ നെറ്റ്
ആ സ്റ്റീൽ നെറ്റ് റെഡ്യൂസറിനകത്ത് നിക്ഷേപിക്കുക. ഈ ഫൈബർ നെറ്റ് വെച്ച് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതാ ഇനി നമ്മൾ ഈ നെറ്റ് വെക്കുന്നു, ഇത് ക്ലോസ് ചെയ്യുന്നു, അടയ്ക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഒരു ഫിൽട്ടർ യൂണിറ്റ് റെഡിയായി. ഇങ്ങനെയാണ് ഒരു ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ തയ്യാറാക്കുക. ഇനി ഇതിൽ നിക്ഷേപിച്ച ഓരോ വസ്തുക്കളും, അത് ബേബി മെറ്റലാകട്ടെ, മണലാകട്ടെ, ചിരട്ടക്കരി ആകട്ടെ, ഇവ നന്നായി കഴുകി വേണം നിക്ഷേപിക്കാൻ. ഒരു കാരണവശാലും കഴുകാതെ നിക്ഷേപിക്കരുത്. ഇപ്പോൾ നമ്മൾ ചിരട്ടക്കരി എടുക്കുകയാണെങ്കിൽ ആ ചിരട്ടക്കരിയിലെ കരി ഇല്ലാതെ തെളിഞ്ഞ വെള്ളം മാത്രം വരുന്ന തലത്തിൽ ഇതെല്ലാം കഴുകി വേണം ഈ ഫിൽട്ടർ യൂണിറ്റിൽ നിക്ഷേപിക്കാൻ. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത് 250 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ വീഴുന്ന വെള്ളത്തെ ഫിൽട്ടർ ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. ഇങ്ങനെയുള്ള 4 ഫിൽട്ടർ യൂണിറ്റുകളാണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു വീടിൻ്റെ ഫിൽട്ടർ യൂണിറ്റായി നമ്മൾ ഉപയോഗിക്കുക. അല്പം വലുപ്പം കൂടിയ വീട് ആണ് എങ്കിൽ ആ വീടിന് ഒരു ഫിൽട്ടർ യൂണിറ്റ് കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ 4 5 ഫിൽട്ടർ യൂണിറ്റ് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഫിൽട്ടർ യൂണിറ്റ് തയ്യാറാക്കാൻ. നമ്മൾ പരിചയപ്പെട്ട ഫിൽട്ടർ യൂണിറ്റുകളിൽ ഒന്നാണിത്. ഇങ്ങനെയുള്ള 4 ഫിൽട്ടർ യൂണിറ്റുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ 4 ഫിൽട്ടർ യൂണിറ്റുകൾ ചേർന്ന് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു കിണറിൻ്റെ മുഴുവൻ മഴവെള്ളത്തെയും ഫിൽട്ടർ ചെയ്ത് കിണറിലേക്ക് വിടാനുള്ള സംവിധാനമാണിത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. പുരവെള്ളം ശേഖരിച്ച് നമ്മൾ ഇതുവഴിയാണ് ഈ ഫിൽട്ടർ യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. ഇവിടെയാണ് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലൈൻ കണക്ട് ചെയ്യുന്നത്. ഇതിലൂടെ ഈ വെള്ളം ഇതിന് മുകളിലേക്ക് പോവുകയും ആ മുകളിൽ ചെന്നിട്ട് ഈ വലിയ 4 ഇഞ്ചിൻ്റെ ഡോർട്ടിയിലൂടെ ഇരുവശത്തേക്കും ഈ വെള്ളം പോവുകയാണ് ചെയ്യുക. ഇരുവശത്തേക്കും പോകുമ്പോൾ ഇതിലൂടെ വരുന്ന വെള്ളം ഈ 2 ഫിൽട്ടർ യൂണിറ്റിലൂടെ ഫിൽട്ടർ ചെയ്ത് ഇതിലൂടെ വരികയും ഇതിലൂടെ വരുന്ന വെള്ളം ഈ 2 ഫിൽട്ടർ യൂണിറ്റിലൂടെ ഫിൽട്ടർ ചെയ്ത് ഇവിടെ എത്തുകയും ഇവിടെ നിന്ന് ഒരുമിച്ച് നമ്മൾ കളക്ട് ചെയ്ത് ഇത് കിണറിലേക്ക് വിടുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ ഫിൽട്ടർ യൂണിറ്റ് ചെയ്യുക. ഇതിൽ നമ്മളൊരു വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത, ഇപ്പം മഴയില്ലാത്ത സമയത്ത് ചിലപ്പോൾ 3-4 ദിവസം മഴയില്ലാതിരിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൽ പായൽ ഉണങ്ങി പൊടിയായി അത് അഴുക്കായി ഇതിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫിൽട്ടർ യൂണിറ്റിൽ ഈ അഴുക്ക് വന്ന് വളരെ വേഗം അടിയാതിരിക്കാനാണ് ഈ വാൽവ് വെച്ചിട്ടുള്ളത്. അങ്ങനെ മഴയില്ലാത്ത അവസരങ്ങൾക്ക് ശേഷം പിന്നീട് മഴ പെയ്യുമ്പോൾ നമ്മൾ ഈ വാൽവ് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചാൽ ഈ വരുന്ന മഴവെള്ളം ഇതിലൂടെ വന്ന് ഇത് തുറന്ന് ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് വിടണം. അപ്പോൾ ഈ മഴവെള്ളം പുറത്തേക്ക് പോവുകയും ആ മഴവെള്ളത്തിൻ്റെ കൂടെ ടെറസിലുണ്ടായിരുന്ന മുഴുവൻ അഴുക്കും പുറത്തേക്ക് പോകും. അങ്ങനെ അഴുക്ക് മുഴുവനും പുറത്തേക്ക് പോയതിന് ശേഷം ഇവിടെ ഈ എൻഡ് ക്യാപ്പ് വെച്ച് നമ്മളിത് അടയ്ക്കുന്നു, വാൽവ് ഓപ്പൺ ആക്കുന്നു, വെള്ളം നേരെ മുകളിലേക്ക് പോകുന്നു, ഇരുവശങ്ങളിലേക്കും പോയി ഫിൽട്ടർ ചെയ്ത് കിണറിലേക്ക് പോകും. ഇങ്ങനെയാണ് ഒരു ടെറസിൽ പെയ്യുന്ന, ഒരു വീടിൻ്റെ മുകളിൽ പെയ്യുന്ന മഴവെള്ളത്തെ അരിച്ച് നമ്മുടെ കിണർ വെള്ളമാക്കുക. വളരെ ലളിതമാർന്ന രീതിയിൽ സ്ഥാപിക്കാവുന്ന ഒരു സംവിധാനമാണിത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തുള്ള ഒരു ഫിറ്റിങ്സിലും നമ്മൾ പശ വെച്ച് ഒട്ടിക്കരുത്, അഥവാ സോൾവെൻറ്റ് വെച്ച് ഒട്ടിക്കരുത്. കാരണം ഇത് നമുക്ക് വീണ്ടും അഴിക്കാനുള്ളതാണ്. ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഈ യൂണിറ്റുകൾ അഴിച്ച് ഇതിനകത്തുനിന്നുള്ള മണലും ചിരട്ടക്കരിയും ബേബി മെറ്റലും പുറത്തെടുത്ത് കഴുകി വീണ്ടും നിക്ഷേപിച്ച് ഈ യൂണിറ്റ് വീണ്ടും ഉപയോഗിക്കാം. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിരട്ടക്കരി പൊടിഞ്ഞു പോകാം. അങ്ങനെയെങ്കിൽ ആ ചിരട്ടക്കരി മാറ്റി പുതിയ ചിരട്ടക്കരി നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ഈ യൂണിറ്റ് വീണ്ടും പ്രവർത്തിപ്പിക്കാം. അങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിൽ പാഴായി പോകുന്ന നമ്മുടെ പുരവെള്ളത്തെ നമുക്ക് കിണർവെള്ളമാക്കിക്കൊണ്ട് നമ്മുടെ പ്രാദേശിക ജലസുരക്ഷ നമുക്ക് തന്നെ സാധ്യമാക്കാം.